അപ്പോൾ പിള്ളേർ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരിക്കുക കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഹലോ, എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നതാട്ടോ. കുറച്ച് ദിവസമായി ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഈ വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബ്ലോഗ്സ് മേടിച്ച് വെക്കണം, അതുകൊണ്ട് കുറേ വീഡിയോസ് കുറേ ഉപകാരമുണ്ട്, ഞാൻ വീഡിയോസ് ഇടാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇടാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്ലോഗ്സൊക്കെ മേടിച്ചോ? കട്ടകളൊക്കെ മേടിച്ച് വെച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുറേ പേര് കണ്ടു, കുറേ പേര് നല്ല കമൻറ്റ് പറഞ്ഞു, എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഇതാ മേളിലോട്ട് നോക്കുക കേട്ടോ, അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക കേട്ടോ. അപ്പോൾ ബ്ലോഗ്സ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആട്ടോ. മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. കൂടെ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റി ആട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് കളേഴ്സ് ക്യൂബ്സ് അല്ലെങ്കിൽ ബ്ലോക്സ് നമ്മൾ എടുക്കുക. ഇപ്പോൾ അതില്ലാത്തവർ, കട്ടകളില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് കളറിൽ, അതായത് ഒന്ന് ബ്ലൂവോ ഒന്ന് ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻറ്റ് കളറിലായിട്ടുള്ള എന്താ പറയുക ബോളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക. അങ്ങനെ 2 പ്ലേറ്റിലായിട്ട് വെക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ 2 കൈ കൊണ്ടും അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് അവരെന്ത് ചെയ്യണം, ഇങ്ങനെ മാറ്റി ഇടണം. അപ്പോൾ നമ്മുടെ കണ്ണും കൈയും എല്ലാം ഉള്ള ആ കോർഡിനേഷൻ വരാനും പിന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും മീൻസ് അധികം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റി കേട്ടോ. നമ്മൾ വിചാരിക്കും അത് ഭയങ്കര ഈസി ആയിരിക്കും എന്ന്, പക്ഷേ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന്. ആദ്യം പിള്ളേർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, തുമ്മൻ ചെയ്യുന്നത് കണ്ടോ, ശ്രദ്ധിച്ചോ കേട്ടോ. തുമ്മുന്നത് നമ്മുടെ കൊച്ചുണ്ണി ചെയ്യുന്നത് ശ്രദ്ധിച്ചോ കേട്ടോ. കൊച്ചുണ്ണി ഇപ്പം ചെയ്ത് ശരിയായിട്ടോ. ഇപ്പറേന്ന് ഗ്രീനും എടുത്ത് അപ്പറേന്ന് ഓറഞ്ചും എടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് വന്നപ്പോൾ അവൻ കൺഫ്യൂസ്ഡ് ആയി കണ്ടോ. ആ കയ്യിൽ ഓറഞ്ച് പിടിച്ചു, ഈ കയ്യിൽ അവൻ ഓറഞ്ച് എടുത്തു. ആക്ച്വലി ചെയ്യേണ്ടത് ഇപ്പുറ കയ്യിൽ ഗ്രീനും അപ്പുറ കയ്യിൽ ഓറഞ്ചും ആയിരുന്നു, അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് കണ്ടോ. അപ്പം ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പക്ഷേ പോകെ അതൊക്കെ അവർക്ക് ശരിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ റെഡിയായി കിട്ടുമ്പോൾ അത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആട്ടോ. നമുക്ക് വീട്ടിൽ ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. നമുക്ക് എന്താ പറയുക, വാശിപ്പുറത്ത് ചെയ്യാം. അങ്ങനെ പിള്ളേർ തമ്മിലൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് വരാനൊക്കെ അതിന് സഹായിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. മക്കളുടെ ബുദ്ധിയും ശക്തിയൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യണം, പിന്നെന്താ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനമാണ്. അപ്പോൾ കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെസ്സേജ് വഴിയൊക്കെ അറിയിച്ചിട്ടുണ്ട് നല്ലതാണെന്നൊക്കെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, കണ്ടവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുഞ്ഞു മക്കളുള്ള വീട്ടിലൊക്കെ ഇത് ഷെയർ ചെയ്ത് അവർക്ക് ഒത്തിരി ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയാം, പിള്ളേർക്ക് ഹാൻഡ് എക്സസൈസ് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്നൊരു കാര്യമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം. ഒരു ഹാൻഡ് എടുത്ത് ഇങ്ങനെ വെക്കുക, നെക്സ്റ്റ് ഹാൻഡ് ഇങ്ങനെ തിരിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ അവർ നേരെ ഉൾട്ട, ഈ കൈ ഇങ്ങനെ വരണം, ഈ കൈ ഇങ്ങനെ വരണം. അപ്പം ഇത് അവർ തിരിച്ചും അതുപോലെ തന്നെ. അപ്പോൾ എങ്ങനെ ചെയ്യും, ഈ കൈ ഇങ്ങനെ വരണം, അപ്പോൾ ഈ കൈ ഇങ്ങനെ, അത് സെയിം ടൈമിൽ ചെയ്യിപ്പിക്കണം പിള്ളേരെ കൊണ്ട് കേട്ടോ. ഇത് അവർക്ക് ഒത്തിരി എന്താ പറയുക കോൺസെൻട്രേഷൻ വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് ആട്ടോ. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഫിംഗർ എടുക്കുക, ഈ ഫിംഗേഴ്സിലുള്ള ഒരു എക്സസൈസ്, തമ്പ് ഫിംഗേഴ്സ് എക്സസൈസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെയിം വെക്കുക കണ്ടോ, ഇങ്ങനെ വെക്കുക. 1 2 3 4 5 6 7 സെയിം ടൈം അവരിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സെയിം ഒരു ആൾട്ടർനേറ്റില്ല, ഇതുപോലെ 1 2 3 4 5 6 7. അപ്പോൾ ഇങ്ങനെ അവരെ കൊണ്ട് ഹാൻഡ് ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നെ വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ എടുക്കുക, ഫസ്റ്റ് തം ഫിംഗർ ഇങ്ങനെ ഉള്ളോട്ട് ഫോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെക്കുമ്പോൾ താഴെയുള്ള സ്മോൾ ഫിംഗർ ഇങ്ങനെ അറ്റ് ദ സെയിം ടൈമിൽ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുക. പിന്നെ മടക്കിയിട്ട് അടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കുക, പിന്നെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യിക്കുക, പിന്നെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യിക്കുക. ഇതൊക്കെ അവരുടെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എക്സസൈസ് ആട്ടോ. അപ്പോൾ ഇത് 3 ഈസി അല്ലേ, നമ്മൾ വിചാരിക്കും ഈസിയാണ്, പക്ഷേ അല്ല കേട്ടോ. കുറച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, വലിയവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വലിയവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. ഈ എക്സസൈസ് പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, വീഡിയോ കാണുക കേട്ടോ.
അപ്പോൾ ഇന്നിതാ പിള്ളേരെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് ഉഷാറായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇനിയും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിനകത്ത് പിന്നെ പിള്ളേരുടെ ആക്ടിവിറ്റീസ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, അങ്ങനെ നമ്മുടെ ഒരു ഫാമിലിനെ കുറിച്ചുള്ളൊരു വീഡിയോ കേട്ടോ. ഫുള്ള് ഞങ്ങളുടെ ഫാമിലി എന്തൊക്കെ നടക്കുന്നത് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ ബൈ.